ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വീഡിയോ ആറ്റുകാൽ അമ്മയുടെ തിരുമുമ്പിൽ പൊങ്കാല സമർപ്പിക്കാൻ ഞാൻ പോയിരുന്നു. അതിലെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. മുൻ വർഷങ്ങളിൽ പോലെ തന്നെയായിരുന്നു ഇപ്രാവശ്യവും. അതിലൊരുപിടി മുന്നിട്ട് നിന്നെങ്കിലേ ഉള്ളൂ. അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ അറിയുന്നത്. ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ച് എന്നാൽ പോലും നമുക്ക് ആറ്റുകാൽ ഭഗവതിയുടെ മുന്നിൽ എത്താൻ പറ്റി. അത് തന്നെയാണ് വലിയ സന്തോഷം. ഏകദേശം നമ്മളൊരു 2-2.5 മണിക്കൂറെങ്കിലും ക്യൂവിൽ നിന്നിരുന്നു തിരുനടയിലൊന്ന് എത്താൻ വേണ്ടിയിട്ട്. അത്രയും മണിക്കൂറുകൾ നമ്മൾ ക്യൂ നിന്നെങ്കിലും ഒട്ടും ക്ഷീണമേ തോന്നാതെ നമുക്ക് തിരുമുമ്പിലെത്തി ഒന്ന് നല്ലതുപോലെ തൊഴുവാൻ പറ്റി. അത് തന്നെയല്ലേ ഏറ്റവും വലിയ സന്തോഷവും. അതല്ലേ നമ്മൾ ആഗ്രഹിച്ച് പോയതും. ഇതൊന്നും അല്ലായിരുന്നു തിരക്ക്, ഇതിലും കൂടുതൽ തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയത്തുള്ള തിരക്കാണ് ഞാൻ ഈ വീഡിയോയുമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ട്രെയിനിലും അതുപോലെ തന്നെ തിരക്കായിരുന്നു. നമുക്ക് ട്രെയിനിലൊന്നും നിൽക്കാൻ കൂടി സ്ഥലം കിട്ടിയില്ല. എങ്ങനെയെങ്കിലും നമുക്ക് ആ തിരുമുമ്പിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ വ്രതമൊക്കെ നിന്ന് പൊങ്കാല ഇടാൻ വേണ്ടി പോയത്. ഒരുപാട് നേർച്ചകളുമായിട്ടാണ് എല്ലാ സ്ത്രീകളും അമ്മയുടെ തിരുമുമ്പിൽ എത്തിയത്. പൊങ്കാല മാത്രമല്ല, അതുപോലെ തെരളി നിവേദ്യവും മണ്ടപ്പുറ്റ് നിവേദ്യവും, അങ്ങനെ ഒത്തിരി സമർപ്പണങ്ങൾ അമ്മയ്ക്ക് മുന്നിൽ എല്ലാവരും കാഴ്ചവെച്ചു. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പൊങ്കാലടുപ്പിൽ ദീപം തെളിയിക്കാനുള്ള സമയമായി. എല്ലാവരും അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. എല്ലായിടത്തും തന്നെ പൊങ്കാലയിടുന്ന സ്ത്രീകൾക്കായാലും അവരുടെ കൂടെയുള്ളവർക്കായാലും എല്ലാവർക്കും ആഹാരവും അതുപോലെ തന്നെ ആവശ്യാനുസരണം വെള്ളവും എല്ലാം അവർ ഒരുക്കിയിരുന്നു. അത്രയ്ക്ക് ചൂടല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഓരോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ വെള്ളങ്ങൾ ഒത്തിരിയും കൊണ്ട് തന്നു. ആഹാരം, രാവിലത്തെ കാപ്പിയും ചോറും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കഴിച്ചു. പിന്നെ പൊങ്കാല നേദിക്കാനുള്ള സമയത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. നേദിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വീട്ടിലേക്ക് പോകാനുള്ള തിടുക്കമായി.
2 ദിവസമൊക്കെ മുന്നേ വന്നവരുണ്ട്. എത്രയും പെട്ടെന്ന് വീടെത്തണമല്ലോ. ഈ പ്രസാദവും കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള തിടുക്കത്തിലാണ് എല്ലാവരും. അടുത്തൊരു വർഷത്തെ സന്തോഷത്തിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്.